ഈശ്വരയിൽ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട പുറം വികാരിച്ച ആദരണീയനായ ബഹുമാനപ്പെട്ട വൈസ് പോസ്റ്റൽ അച്ഛ, പ്രിയ സഹവൈദികരെ, ഈശ്വരയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാതത്തിലെ ഉറക്കം, നട്ടുച്ചയ്ക്കുള്ള വീഞ്ഞ്, കുട്ടികളോടുള്ള കിന്നാരം, പൊതുസ്ഥലങ്ങളിലുള്ള അലഞ്ഞു നടപ്പ്, ഇവയെല്ലാം മനുഷ്യനെ നശിപ്പിക്കും എന്നാണ് വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു യഹൂദ ചൊല്ല്. ഇത് വെളിവാക്കുക ശിശുക്കളോട് എത്രമാത്രം അവഗണനയോടെയാണ് അന്നത്തെ സമൂഹം പെരുമാറിയിരുന്നത് എന്നാണ്. അന്നത്തെ പ്രശസ്തമായ സംസ്കാരങ്ങളിൽപ്പെട്ട ഗ്രീക്ക്, റോമൻ, യഹൂദ സംസ്കാരങ്ങളെല്ലാം ശിശുക്കളെ പ്രായപൂർത്തിയാകാത്തവരെ അവഗണിക്കുകയായിരുന്നു പതിവ്. ചികിത്സാ രംഗത്തെ അന്നത്തെ റോമൻ ഗ്രന്ഥങ്ങൾ മുഴുവൻ നമ്മൾ അരിച്ചു പെറുക്കിയാലും ഇന്ന് നമ്മൾ പറയുന്ന പീഡിയാട്രിക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും കാണുകയില്ല. ശിശുരോഗ വിദഗ്ധരെ പറ്റി ചിന്തിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ശിശുക്കളുടെ രോഗങ്ങളെ പറ്റിയോ അവർക്ക് ചികിത്സ നൽകേണ്ടതിനെ പറ്റിയോ അന്നത്തെ മെഡിക്കൽ സയൻസിൽ ഒന്നും കാണുകയില്ല. അന്ന് ദത്തെടുക്കുന്ന ദമ്പതികൾ തന്നെ ദത്തെടുത്തിരുന്നത് പ്രായപൂർത്തിയായവരെ മാത്രമായി. അന്നത്തെ സാഹിത്യകാരന്മാരൊന്നും തങ്ങളുടെ സാഹിത്യ ഗ്രന്ഥങ്ങളില് മൈനറായിട്ടുള്ളവരെ അല്ലെങ്കിൽ ശിശുക്കളുടെ ഗണത്തിൽപ്പെടുത്താവുന്നവരെ പറ്റിയുള്ള യാതൊരു പ്രതിപാദനവും നടത്തി. ചുരുക്കി പറഞ്ഞാല് ശിശുക്കള് അന്നത്തെ ഏറ്റവും ദുർബലരായ ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നവരായി. ശിശുക്കൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈശോ വളരെ വ്യത്യസ്തമായ ഒരു മനോഭാവം പ്രകടിപ്പിക്കുക. ഈശോയുടെ അടുത്ത് വന്ന് ഈശോയിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് എത്തിയ കുട്ടികളെ തടഞ്ഞപ്പോഴേ ഈശോ നമുക്കറിയാം വളരെ ശക്തമായിട്ട് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ കടത്തി വിടുക, അവരെ തടയരുത്, ഇവരെ പോലുള്ളവരുടേതാണ് സ്വർഗരാജ്യം. ഇന്ന് നമ്മുടെ സഭ വിശുദ്ധ കുർബാനയിലെ പരിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗത്തില് അവസാനത്തെ വാചകത്തില് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 21-ാം വാക്യത്തില് ഈശോ പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനെ പ്രതിയാണ് നമുക്കറിയാം. ദൈവികമായിട്ടുള്ള രഹസ്യങ്ങളിലും വിജ്ഞാനികളിൽ നിന്നും വലിയ വലിയ വ്യക്തിത്വങ്ങളിൽ നിന്നുമൊക്കെ മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാണ്. ചില സത്യങ്ങള് ശിശുക്കൾക്ക് മനസ്സിലാകുകയില്ല. ഇവിടെ നമുക്കറിയാം ശിശു എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായത്തിലുള്ള ശൈശവത്വമല്ല, മറിച്ച് ശിശുക്കളുടെ മനോഭാവത്തോടു കൂടി ദൈവത്തെ സമീപിക്കുന്ന ആളുകളെ സൂചിപ്പിക്കാനാണ്. 131-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാചകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എന്റെ കണ്ണുകളിൽ അകപ്പാവം നിഴലിച്ചില്ല, എന്റെ ഹൃദയത്തിൽ ഞാൻ അഹങ്കരിച്ചില്ല, എന്റെ പരിധിയിൽ കഴിഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഞാൻ ഇടപെട്ടില്ല. ദൈവത്തിലെ വളരെ എളിമയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ മനോവികാരങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മൾ നമ്മളുടെ ഇടയിൽ ജനിച്ചു വളർന്ന് സഭയുടെ വലിയ അംഗീകാരം നേടി അതിന്റെ അടുത്ത പടിയായിട്ടുള്ള വിശുദ്ധ പദവിക്ക് വേണ്ടി
നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ആ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ തിരുനാളിൽ ഒരുങ്ങുകയും കുഞ്ഞച്ചനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങളില്ലാതിരുന്ന, പലപ്പോഴും അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്ന നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിത്വമായിരുന്നു കുഞ്ഞച്ചന്റെ. അവര് ദൈവത്തിന്റെ മുമ്പില് വലിയവരാണ് എന്ന് പ്രബോധിപ്പിക്കുവാനും ഉദ്ബോധിപ്പിക്കുവാനും കുഞ്ഞച്ചൻ തന്റെ ജീവിതം ചെലവഴിച്ചു. കാരണം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന നല്ല പുരോഹിതൻ അറിയാമായിരുന്നു എളിമയുടെ ഏറ്റവും വലിയ നിദർശനമായ ഈശോ മിശിഹ തന്റെ എളിമ വ്യക്തമാക്കിയത് എങ്ങനെയാണ് എന്ന്. ദൈവത്തിന്റെ എളിമയുടെ പേരാണ് മനുഷ്യാവതാരം. മനുഷ്യനായ ദൈവം അവതരിച്ചത് മനുഷ്യനെ ദൈവമാക്കി ഉയർത്തുവാനാണ് എന്ന് നമ്മൾ പറയും. വിശുദ്ധ അഗസ്തീനോസ് നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ മധ്യസ്ഥനാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ ദൈവശാസ്ത്രത്തിന്റെ പ്രമുഖമായ ഒരു ചിന്തയാണ് മനുഷ്യരെ ദൈവമാക്കി ഉയർത്തുവാൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു. മുകളിൽ നിന്ന് കൈകൊടുത്ത് പോരാൻ പറയുന്ന ദൈവമല്ല, മറിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി പാപമൊഴികെ എല്ലാ കാര്യത്തിലും മനുഷ്യരെ പോലെയായി അവരോടൊപ്പമായിരുന്നു കൊണ്ട് അവരെ ഉയർത്തി എടുക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഉയരങ്ങളിൽ ഉച്ചസ്ഥനായി വിളയാടിക്കൊണ്ട് മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങൾ മാത്രം എണ്ണയൊഴിച്ച പോലെ നോക്കിയിരുന്ന രണ്ട് മനുഷ്യനെ വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പാപമൊഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും മനുഷ്യനെ പോലെ ആയിത്തീർന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. ആ ദൈവം എളിമ പ്രകടിപ്പിക്കുന്നവനും എളിമയുടെ ഏറ്റവും വലിയ പ്രകടനമായ മനുഷ്യാവതാരം സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്തവനാണ്. നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഉയർത്തി ആ ദൈവത്തിന്റെ യഥാർത്ഥ പുരോഹിതൻ എന്ന നിലയിൽ കുഞ്ഞച്ചൻ നമ്മളുടെ സാധാരണ ഇടങ്ങളിലേക്ക്, ഇടവഴകളിലേക്കും വരമ്പുകളിലേക്കും, നമുക്കറിയാം എപ്പോഴും അതിർവരമ്പുകളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ കുഞ്ഞച്ചനെ ലോകം മുഴുവനും വളരെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. അവഗണിക്കപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട, അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് കടത്തിവിടപ്പെട്ടിരുന്ന ഒരു ജനസമൂഹത്തിന്റെ മേല് ദൈവത്തിന്റെ ചൈതന്യം വർഷിപ്പിക്കുവാൻ, ദൈവത്തിന്റെ സുവിശേഷം അവർക്ക് എത്തിക്കുവാനായിട്ടാണ് അവർ ശ്രമിച്ചത്. നമ്മളിന്ന് കേട്ട ലേഖന ഭാഗത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ സുവിശേഷം അവർക്ക് നൽകുവാനായിട്ടുള്ള പൗലോസിന്റെ വ്യഗ്രത നമ്മൾ കാണുന്നു. കുഞ്ഞച്ചനെന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയാം. മരിച്ചുപോയി മൺമറഞ്ഞൊരു ദൈവത്തിൽ വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞച്ചനല്ല നമുക്കുള്ളത്, മറിച്ച് നമ്മളുടെ ഇടയിൽ നമുക്ക് മധ്യസ്ഥനായിട്ട്, നമുക്ക് മാതൃകയായിട്ട് വിരാജിക്കുന്ന ഒരു കുഞ്ഞച്ചനാണ്. ദൈവം പറഞ്ഞത് ഞാൻ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ്, ജീവിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. ഈ വ്യക്തികളൊക്കെ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ വ്യക്തികളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മൺമറഞ്ഞപ്പോൾ, അവരെപ്പോഴും അവരുടെ സ്മരണ സജീവമാണ് നമ്മുടെ ഇടയിൽ. ദൈവത്തിന്റെ തിരുമുമ്പില് അവര് അന്നും ഇന്നും ജീവിക്കുന്നവരാണ്. മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ പുരോഹിതനായ കുഞ്ഞച്ചനാണ്. മനുഷ്യാവതാരം എന്ന എളിമയുടെ ഏറ്റവും വലിയ പ്രകടനമായ ഉദാഹരണം നമുക്കായി നൽകിയ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുരോഹിതന് ആ ജീവിതം നമ്മളുടെ സാധാരണയുടെ ആൾക്കാരുടെ ഇടയിൽ പലരും അവഗണനയോടെ കാണുന്ന ജനവിഭാഗത്തിന്റെ പ്രവർത്തിച്ച് അവർക്ക് വലിയ സാക്ഷ്യം നൽകി സുവിശേഷത്തിൻ്റെത് എന്നുള്ളതാണ് കുഞ്ഞച്ചൻ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു പ്രത്യേകം മാത്രം. അവിടെ കുഞ്ഞച്ചൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രേക്ഷിത രംഗമാണ് കുടുംബ പ്രേക്ഷിതത്വം. കുടുംബങ്ങളാണ് സമൂഹത്തിന്റെ വിളക്ക്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചു, സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന്.
അദ്ദേഹം പറഞ്ഞു, സുവിശേഷ പ്രബോധനത്തിനുള്ള ഏറ്റവും നല്ല മാർഗം ഈ സുവിശേഷം ജീവിക്കുന്ന ഏതാനും കുടുംബങ്ങൾ ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. സഭയുടെ പഠനം അത് തന്നെ നമുക്കറിയാം. ആദിമസഭയിലേക്ക് വിശ്വാസികൾ കടന്നു വന്നത് വാക്കുകൊണ്ടുള്ള പ്രസംഗം കൊണ്ട് മാത്രമല്ല നമുക്കറിയാം. ക്രൈസ്തവനാകുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്ന് അർത്ഥമാക്കിയിരുന്ന ഒരു കാലഘട്ടത്തില് ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ക്രൈസ്തവനായി ജീവിച്ചിട്ട് മരിച്ചാലും നല്ലതാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളൊക്കെ. കാരണം ക്രൈസ്തവന്റെ സ്നേഹവും പരസ്പരമുള്ള ഐക്യവും കൂട്ടായ്മയും ഒക്കെ കണ്ടപ്പോഴ് മരിക്കുന്നതിന് മുമ്പ് ഈ സമൂഹത്തിൽ അംഗമായി മരിക്കണമെന്ന് അവർ ചിന്തിച്ചെങ്കിൽ ആ സാക്ഷ്യത്തിന് അത്രമാത്രം സജീവത്വം ഉണ്ടായിരുന്നു. ഇന്ന് ആ സാക്ഷ്യത്തിന് സജീവത്വം ഇല്ലായെങ്കിൽ അത് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്നവരുടെ കുറ്റം തന്നെ. കാരണം നമ്മളെ കണ്ടിട്ട് സുവിശേഷം ജീവിക്കുന്നവരാണെന്ന് ആർക്കും തോന്നിയില്ലെങ്കിൽ, ചിലപ്പോഴൊക്കെ സുവിശേഷ വിരുദ്ധമായ ജീവിതത്തിന്റെ സാക്ഷികളാണെങ്കിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളിൽപ്പെട്ട നാം ഓരോരുത്തരും എന്ന ഉത്തരവാദിത്വം പറയേണ്ടവരാണ്. സുവിശേഷം എന്താണെന്ന് ഗ്രഹിച്ചു അല്ലെങ്കിൽ അറിയാമെന്നൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ അലംഭാവം നടിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു പ്രത്യേകത, ആ സുവിശേഷം മനുഷ്യനെ മനസ്സിലാക്കുന്ന രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ കുറ്റം പറയും, അത് സഭയുടെ കുറ്റമാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ കുറ്റമാണ്, അച്ഛന്മാരുടെയാണ്, സിസ്റ്റേഴ്സിന്റെയാണ്, അല്ലെങ്കിൽ പപ്പാടെയാണ്, മമ്മിയുടെയാണ്, അല്ലെങ്കിൽ മക്കളുടെയാണ്. അവിടെ ഉണ്ടാകുന്ന വലിയൊരു വൈരുദ്ധ്യം നമുക്കറിയാം. നമ്മൾ അങ്ങനെയൊക്കെ വിരൽ ചൂണ്ടുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഏറ്റവും കുറഞ്ഞത് 3 വിരലുകൾ, ഒരു വിരലുകൾ എതിരെ ചൂണ്ടപ്പെടുമ്പോഴും 3 വിരലുകൾ നമുക്കെതിരെ ചൂണ്ടപ്പെടുന്നുണ്ട്. ചുരുങ്ങിയത് 3 വിരലുകൾ നമുക്കെതിരെ ചൂണ്ടപ്പെടുന്നു. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കും. കുഞ്ഞച്ചനപ്പോലുള്ളവർക്ക് മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. താൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തെ പറ്റി തികഞ്ഞ ബോധ്യത്തോടു കൂടി പാവപ്പെട്ട മനുഷ്യരുടെ ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പമായിരിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തി കണ്ടെത്തി അവരുടെ കുടുംബങ്ങളെ കൂട്ടായ്മയിൽ വളർത്തിയെടുക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും, അദ്ദേഹം വിജയിച്ചു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന് സാധാരണ ഭാഷയിൽ നമ്മൾ പറയുന്ന പലയിടത്തും നമുക്കറിയാം. കൂടുമ്പോൾ പ്രകമ്പനം സൃഷ്ടിക്കപ്പെടുകയാണ്. പപ്പയും മകനും കൂടി ഒരേ സമയത്ത് വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയും സഹോദരിയും ഒക്കെ ഉള്ള വീട്, അല്ലെങ്കിൽ പപ്പയും മമ്മിയും കൂടി യുദ്ധം ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുള്ള വീടുകൾ, വിവാഹിതനായ മകന്റെ അല്ലെങ്കിൽ മകളുടെ പോക്ക് കണ്ടിട്ട് നെഞ്ചു പിടയ്ക്കുന്ന അപ്പനും അമ്മയുള്ള കുടുംബങ്ങൾ, കല്യാണമൊക്കെ കൊള്ളാൻ ഒരു ചോദിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും പലപ്പോഴും അത് കുടുംബജീവിതത്തിന് വിരുദ്ധമാകുകയും ചെയ്യുമ്പോഴും യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ലാഘവത്തോടെ തങ്ങളേറ്റിരിക്കുന്ന കുടുംബജീവിതത്തെ നയിക്കുന്നവർക്ക് എങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാൻ സാധിക്കുമെന്നുള്ള കാര്യം ചിന്തിക്കണം. കുഞ്ഞച്ചനെ പോലുള്ള സജീവത്വമുള്ള സുവിശേഷം സജീവമായി ജീവിച്ച വ്യക്തികള് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം, സുവിശേഷത്തെ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ, അതായത് ജീവിച്ച് കാണിക്കാൻ. സുവിശേഷത്തിന്റെ വലിയ വ്യാഖ്യാനമായിരിക്കണമല്ലോ നമ്മുടെ ജീവിതം. എത്രമാത്രം നമുക്ക് സാധിക്കുന്നു? സാക്ഷ്യം നൽകുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ എതിർ സാക്ഷ്യം നൽകുന്നുണ്ട്. ലത്തീനിൽ ഒരു ചൊല്ലുണ്ട്, അച്ചെന്തം ആർദർ പ്രോക്സിമോസ്. നമ്മളുടെ ജീവിതം കൊണ്ട് അയൽക്കാരനെ പ്രോജ്വലിപ്പിക്കുക. നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് തീക്ഷ്ണത പറയാൻ സാധിച്ചില്ലെങ്കിൽ നിർഗുണന്മാരുടെയും നിർഗുണങ്ങളുടെയും കൂട്ടായ്മയായിട്ട് നമ്മുടെ മാറും. അതുകൊണ്ട് ഭൂമിയിൽ യാതൊരു ഗുണമില്ല, സ്വർഗത്തിലുമില്ല. ഈ ഉപ്പ് നല്ലതാണ്, അതിന് ഉറകെട്ട് പോയാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിഹിലസ് യൂത്തിലിസ്
സാലെ എന്ന് സോളെ എന്ന് പറയുന്ന ഒരു ലിറ്റിറ്റുണ്ട്. ഉപ്പിനേക്കാളും സൂര്യപ്രകാശത്തെക്കാളും ഉപയോഗപ്രദമായിട്ടുള്ള, അതിനേക്കാൾ ഉപയോഗപ്രദമായ യാതൊന്നുമില്ല ഈ ഭൂമിയിൽ നിന്നുള്ള. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുന്ന ദൈവം തമ്പുരാന്റെ സാക്ഷികളായിട്ട് സുവിശേഷാത്മക ജീവിതം നയിക്കുന്ന ക്രൈസ്തവ കുടുംബങ്ങളെന്ന് അഭിമാനിക്കുമ്പോൾ, രാമപുരത്തെ എണ്ണം പറഞ്ഞ കുടുംബങ്ങളുടെ അംഗമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, വലിയ ക്രൈസ്തവ പിന്തുടർച്ചയുള്ള പ്രദേശത്തിന്റെ ആളുകളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, കരിയാറ്റിയുടെയും പാറമാക്കളുടെയും നിധീരിയുടെയും അതുപോലെ പറമ്പിൽ ചാണ്ടിപത്രാന്റെയും ഒക്കെ പിന്തുടർച്ചാവകാശം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പെടാവുന്ന ഒരു സമൂഹമാണ് രാമപുരം. തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് കുറവലങ്ങാട്, ഞാൻ ആ ആർച്ച് ബിഷപ്പിനെ പറ്റി പറഞ്ഞു, തീർച്ചയായിട്ടും കുറവലങ്ങാട് തന്നെയാണ് രാമപുരം. അന്ന് വേർതിരിവില്ലായിരുന്നു. കുടമാളൂരും അതിരമ്പുഴയും ഈ പറയുന്ന നമ്മുടെ രാമപുരവും പാലായും ഒക്കെ ഒരുമിച്ചായിരുന്ന ഒരവസ്ഥയുണ്ട്. ആ ലെഗസിക്ക് മുഴുവൻ നമ്മൾ അർഹരാണ്. അങ്ങനെ വലിയ പൈതൃകം സ്വന്തമായിട്ടുള്ള നമുക്ക് തിരിഞ്ഞു ചോദിക്കാൻ കുഞ്ഞച്ചന്റെ തിരുനാൾ അവസരങ്ങൾ കാരണമാകണം. എന്റെ ജീവിതം ഒരു ചെറു സാക്ഷ്യമെങ്കിലും ആകുന്നുണ്ടോ? ഈശ്വരശികായിക്ക് നേർസാക്ഷ്യം നൽകിയ കുഞ്ഞച്ചന്റെ അടുത്ത് വന്ന് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞച്ചനോട് ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ ഒരു ചെറു സാക്ഷ്യം, നേർസാക്ഷ്യം പലപ്പോഴും പറ്റുന്നതിൽ ഒരു ചെറു സാക്ഷ്യമെങ്കിലും കൊടുക്കാൻ പറ്റും. കുഞ്ഞച്ചനെ പോലുള്ളവർ അത്യുദ്ധാനം ചെയ്ത നമ്മളുടെ വലിയ കുടുംബത്തിന്റെ ഐക്യം, കൂട്ടായ്മ എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കുഞ്ഞച്ചന്റെ മാധ്യസ്ഥിതാണ് ഈ തിരുനാൾ അവസരം. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒന്നുകൂടി പുനഃപരിശോധിക്കുവാൻ, അല്പം കൂടി ബന്ധകരമാക്കുവാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെയും ഇടവകയാകുന്ന കുടുംബത്തിന്റെയും സഭയാകുന്ന കുടുംബത്തിന്റെയും ഒക്കെ ഐക്യം നമുക്ക് ബലപ്പെടുത്താൻ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും മഹത്തരമായ സുവിശേഷം. എല്ലാവരെയും നന്നാക്കിയിട്ട് നമുക്ക് നന്നാകാമെന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമുക്ക് പലപ്പോഴും ഏറ്റവും എളുപ്പമുള്ള, നാവിന് നിയമം കൂടുതലുള്ളവർക്ക് ഏറ്റവും ഉപയുക്തമായ വിമർശനങ്ങളിൽ മാത്രം വ്യാപൃതരാകാനേ സാധിക്കുകയുള്ളൂ. വിമർശനം നമുക്ക് നടത്താം. ആദ്യം സ്വയം വിമർശനം, ഒരു സെൽഫ് ക്രിറ്റിസിസത്തിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരെയോ സഭാ കൂട്ടായ്മയോ അല്ലെങ്കിൽ അതിലുള്ളവരെ വിമർശിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കുഞ്ഞച്ചനെ പോലുള്ള നല്ല മാതൃകൾ രാമപുരത്തും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. നല്ല വൈദികരും സന്യസ്തരും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിക്കൊണ്ട് ഏറ്റവും നല്ല മാതൃകളായി വളരുവാൻ അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാം, അച്ഛാ സിസ്റ്ററെ ഇങ്ങനെ ജീവിക്കണം. അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പോലും ധൈര്യമുള്ളവർ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ, ആ ധൈര്യം നമുക്കേ ഇല്ലായിരുന്നു, നമ്മുടെ പിള്ളേർക്കും ഇല്ലെങ്കിൽ, അയ്യോ അങ്ങനെ ചിന്തിക്കുന്നു, എല്ലാവരും പറയുന്നത് മിണ്ടെന്ന് ചെന്നൈ മിണ്ടെന്ന് പറയുന്ന ഒരു വലിയ പൈതൃകത്തിന്റെ പിന്തുടർച്ചയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ, നമുക്ക് വിമർശിക്കാനുള്ള അവകാശം എന്തുമാത്രമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടങ്ങാം ഒരു ആത്മവിമർശനത്തോടെ, കുഞ്ഞച്ചനോടുള്ള ഏറ്റവും വലിയ ആദരവും ഭക്തിയും അതാണെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കൂട്ടായ്മകളെയും ആ കുഞ്ഞച്ചന്റെ മുമ്പിൽ നിർത്തി നമുക്ക് ദൈവത്തിന് മുമ്പാകെ ഉത്തരം പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞച്ചന്റെ മാധ്യസ്ഥം നമുക്കായിട്ട് പ്രത്യേകിച്ച് ഉണ്ടാകട്ടെ. ആ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ തിരുക്രമങ്ങൾ ക്ഷണിച്ച ഏറ്റവും പ്രിയപ്പെട്ട വൈസ് കോൺസുലേറ്റ് അച്ഛനും ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനായ നടത്തച്ഛനെയും എൻ്റെ സുഹൃത്തും എൻ്റെ തൊട്ടടുത്ത വാച്ചുകാരനൊക്കെ നിങ്ങളുടെ വലിയ ബഹുമാനപ്പെട്ട വിചാരിച്ചതിന് ഡോക്ടർ ജോർജ് വർഗീസ് ചാറക്കുന്നലച്ചനെയും ഇവിടെയുള്ള നമ്മളുടെ മറ്റ് സഹവൈദ്യരെല്ലാം സ്നേഹത്തോടെ മാതൃകയോടെ ഓർത്തുകൊണ്ട് നമ്മുടെ കൈക്കാരന്മാർക്കും യോഗ പ്രതിനിധികൾക്കും കുഞ്ഞച്ചന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട പ്രസിദ്ധന്മാർക്കും ഒക്കെ നന്ദിയും അവർക്കെല്ലാം മാധ്യസ്ഥവും അയച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വിശുദ്ധവും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ വഴി അനുഗ്രഹിക്കട്ടെ.